ഇത് വെറുമൊരു കഥയല്ല, കടലിന്റെ അടിയിൽ മറഞ്ഞുപോയ ഒരു സാമ്രാജ്യത്തിന്റെ കഥയാണ്. കാലം മറച്ചുകൂട്ടിയ ഒരു നഗരം. ഇതായിരുന്നു ശ്രീകൃഷ്ണന്റെ ദ്വാരക. പുരാണങ്ങൾ പറഞ്ഞ കടലിനടിയിൽ മുങ്ങിയ നഗരം. പക്ഷേ ഇന്നും ഒരു ചോദ്യം നിലനിൽക്കുന്നു. ദ്വാരക വെറും ഒരു കഥയായിരുന്നു, അതോ യാഥാർത്ഥ്യമോ? മഹാഭാരതത്തിലും ഭാഗവതത്തിലും പറയുന്നത് പോലെ കൃഷ്ണൻ മധുര വിട്ട് കടൽ തീരത്ത് പുതിയ നഗരം പണിതു. അതാണ് ദ്വാരക. വിശ്വകർമ്മ പണിത ഈ നഗരം മറ്റുള്ള നഗരങ്ങളിൽ നിന്നും വളരെ വിസ്മയമുള്ളതായിരുന്നു. അവസാനം ശ്രീകൃഷ്ണന്റെ മരണശേഷം സമുദ്രം നഗരം വിഴുങ്ങിയതായി പുരാണം പറയുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രലോകം ആ കഥയ്ക്ക് പിന്നിലെ സത്യം അന്വേഷിക്കുവാൻ ഇറങ്ങി. 1963 ഇന്ത്യൻ പുരാവസ്തു സർവേയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയും ചേർന്ന് ദ്വാരക തീരത്ത് പുതിയ സമുദ്ര ഗവേഷണം തുടങ്ങി. ഡൈവർമാർ കണ്ടത് കൽമതിലുകൾ, തൂണുകൾ, കപ്പൽ ആങ്കറുകൾ, മനുഷ്യർ പണിത ഘടനകൾ പോലെയുള്ള അവശിഷ്ടങ്ങൾ. 1983 മുതൽ 1990 വരെ നടത്തിയ പഠനങ്ങളിൽ 30 മീറ്റർ ആഴത്തിൽ വീടുകളുടെ അടിത്തറകൾ, തുറമുഖത്തിന്റെ അവശിഷ്ടങ്ങൾ, തുടർച്ചയായ മതിലുകൾ എന്നിവ കണ്ടെത്തി. കാർബൺ ഡേറ്റിംഗ് പ്രകാരം ചില സാമ്പിളുകൾക്ക് 3500 മുതൽ 4000 വർഷം വരെ പഴക്കം കാണിച്ചു. ഇതുതന്നെയാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നുവെന്ന് പറയുന്ന കാലഘട്ടം. എന്നാലും ശാസ്ത്രലോകം പൂർണ്ണമായും വിഭജിച്ച നിലയിലാണ്. ചിലർ പറയുന്നു ഇത് ദ്വാരകയല്ല, പഴയൊരു തീരനഗരമാകാമെന്ന്. കടലിലെ തിരമാലകൾ പാളുകളെ മാറ്റിയതായിരിക്കാം. മറ്റു ചിലർ ഉറപ്പിക്കുന്നു ഇത്ര ക്രമമായ നഗരരൂപം യാദൃശികമാകാൻ ഒരു വഴിയുമില്ല. മതിലുകൾ, കപ്പൽ ആങ്കറുകൾ, വീടുകളുടെ നിര ഇവ മനുഷ്യനിർമ്മിതമാണെന്ന് വ്യക്തമാണ്. ഭൗമവിജ്ഞാനപരമായ പഠനങ്ങൾ പറയുന്നു ഗുജറാത്ത് തീരപ്രദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടെ പലവട്ടം കടലിൽ മുങ്ങിയിട്ടുണ്ട് എന്ന്. അതായത് പുരാണം പറഞ്ഞ സമുദ്രം നഗരം വിഴുങ്ങിയെന്നത് ശാസ്ത്രീയപരമായി പൂർണ്ണമായും അസാധ്യമല്ല. യുനെസ്കോയും ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും ഇതിനെ സബ്മർജ്ഡ് ആർക്കിയോളജിക്കൽ സൈറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ ദ്വാരകയാണോ എന്നതിന് ഉറപ്പില്ല. പക്ഷേ ആ പ്രദേശത്ത് ഒരിക്കൽ വലിയ മനുഷ്യനഗരം ഉണ്ടായിരുന്നതായി തെളിവുണ്ട്. പൗരാണികതയും ശാസ്ത്രവും ഇവിടെ ചേർന്ന് നിൽക്കുന്നു, ഒന്ന് മറ്റൊന്നിനെ നിഷേധിക്കാതെ. പുരാണങ്ങൾ ചിലപ്പോൾ ചരിത്രത്തിന്റെ മറഞ്ഞ സത്യമായിരിക്കും. കടലിനടിയിൽ മറഞ്ഞ നഗരം ഇന്നും അവിടെ ഉറങ്ങുന്നു. ഇത് ശ്രീകൃഷ്ണന്റെ ദ്വാരകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഇല്ലാതാക്കപ്പെട്ട സംസ്കാരമായിരിക്കാം. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്.